പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഹദീസാണ്, ഇന്നർ റജുല ലയുജറു, ഒരു മനുഷ്യന് കൂലി ലഭിക്കുന്നുണ്ട്, ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹാ ഇലാ ഫീഹി. റബ്ബേ, എന്തൊരു ഹദീസാണ്! വായിലേക്ക് ഓരോ കഷ്ണം ഭക്ഷണം എടുത്തു വെച്ചാൽ ആണിനും പെണ്ണിനും അതിൽ കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇലാ ഫിംറഅതിഹി, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്താലും ഭർത്താവിന് കൂലിയുണ്ട്, ഭർത്താവ് സ്വന്തം വായിലേക്ക് വെച്ചാലും കൂലിയുണ്ട്. കല്യാണം കഴിക്കാത്തവൻ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാണ്ട് ബിസ്മി ചൊല്ലി കഴിക്കണം, ഇതേ കണ്ടീഷൻ. ഓരോ ഉരുളയിലും കൂലുണ്ട്. അത് വിചാരിച്ചിട്ട് വയറ് നിറയെ തിന്നാൻ പറ്റുമോ? അത് പറ്റില്ലേ. ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നാത്ത വിഭാഗമാണ് നമ്മളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശക്കുന്നവരെ ഭക്ഷിക്കരുത്, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷിക്കാം. വലാ നഅകുലു ഹത്താ നശ്ബ, വയറ് നിറയുന്നവരെ തിന്നാത്തവരുമാണ് നമ്മൾ. നഹ്നു ഖൗമുൻ, നാം ഒരു വിഭാഗമാണ്. എന്താ ഹദീസ്? ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നരുത്, വയറ് നിറയാൻ നിൽക്കരുത്. ഭക്ഷണത്തോട് ആഗ്രഹം ഉണ്ടായിരിക്കെ കൈയെടുക്കണം. കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കേണ്ട. ഉമ്മാരൊക്കെ പറയും, എന്റെ കുട്ടി തീരെ തിന്നൂല ഡോക്ടറെ, അല്ലെ? ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ ഡോക്ടറെ കൊണ്ട് ഉമ്മാരെന്താ പറയാ? പിന്നെ എന്താ കുഴപ്പം? കുട്ടി ഒന്നും തിന്നൂല. കുട്ടിക്ക് വേണ്ടെങ്കിലല്ലേ കുട്ടി തിന്നാതിരിക്കണത്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മമാരെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കണ്ടില്ലേ, അവനെ പോലെ അവൻ വാരി വലിച്ച് തിന്നണില്ല, അവനെ പോലെ ആവണമെന്ന്, കുട്ടിക്ക് വയറ് നിറച്ച് തിന്നരുതെന്ന് ഉമ്മാര് പഠിപ്പിച്ചു കൊടുക്കണം എന്നാ. നമ്മൾ നേരെ മറിച്ച്, ഓനെ കണ്ടില്ല, അവന്റെ പള്ളന്റെ വലുപ്പം കണ്ടോ, നീ അതേപോലെ തിന്ന്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളെ കുട്ടിക്ക് വിശന്നാൽ ഉമ്മ വിശക്കണുണ്ട് എന്ന് പറഞ്ഞ് നേരെ വരും മുമ്പിലേക്ക്. അതുവരെ വെയിറ്റ് ചെയ്യും, ബേജാറാവില്ലേ, കുട്ടി മരിക്കൊന്നുമില്ല. ലാ നഅകുലു ഹത്താ നജൂ, വിശക്കുന്നവരെ തിന്നരുതെന്നും തിന്നുമ്പോൾ വയറ് നിറക്കരുതെന്നും പറഞ്ഞ സമൂഹമാണ് നമ്മളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഭക്ഷണത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലയോ, അവൻ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു കൊണ്ടുവന്ന അനുഗ്രഹമല്ലേ നിന്റെ മുമ്പിലുള്ള ഓരോ വറ്റും, ഓരോ ഭക്ഷണവും, ഓരോ ഭക്ഷണത്തിന്റെ അംശവും അല്ലാഹു ചെയ്ത നിഅമത്തല്ലേ. കൈ കഴുകണം, കഴിയുമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വുദു ഉണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ വുദു ഉള്ള അവസ്ഥയിലാണ്, പിന്നെ കുഴപ്പമില്ല. വുദു ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം നീങ്ങിപ്പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണിത്. ഇമാം തബറാനി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. അൽ വുദൂഉ ഖബ്ല അത്'ആം യൻഫിൽ ഫഖ്റ ഖബ്ല അത്'ആം വ ബഅദഹു. വുദൂ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഭക്ഷണത്തിന്റെ മുമ്പും ശേഷവും നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല പ്രയാസമുണ്ടോ? വുദൂ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത്രയേ വേണ്ടുള്ളൂ. ഭക്ഷണത്തിന്റെ അദബുകളിൽ പെട്ടതാണ് ഭക്ഷണം സുഫ്രയിൽ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക, താഴെ വെച്ച് കഴിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്ന തീന്മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. പക്ഷെ തീന്മേശ ഉണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഇരുന്നു, ടേബിളിലിരുന്നു, ചെയറിലിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അദബ് എങ്ങനെയാണ്? താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കല. ഭക്ഷണം കഴിക്കേണ്ട ഇരുത്തല്ലേ, നല്ല മനോഹരമായ ഇരുത്തം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. ആ ഇരുത്തത്തെ സംബന്ധിച്ച് കാന യജ്ലിസു അലാ ബത്നി ഖദമിഹി വയൻസിബു റിജ്ലഹുൽ യുംന. നബി തങ്ങൾ താഴെ ഇടതുകാല് താഴെ വെച്ച് ആ കാൽപാദത്തിന്റെ ഉള്ളിലിരിക്കും, എന്നിട്ട് വലതുകാല് നിവർത്തി വെക്കും. ഈ ഇരുത്തമാണ് ഏറ്റവും സുന്നത്തുള്ള ഇരുത്തം. അങ്ങനെയാണ് കാലിന്റെ നമ്മുടെ സുജൂദിലൊക്കെ ഇരിക്കും, അത്തഹിയാത്തിൽ ഇരിക്കൂലേ, ആ ഇരുത്തം. അത്തഹിയാത്തിൽ 2 കാലും ഇങ്ങനെ വെക്കും, അല്ലെ? ഈ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ഈ വലതുകാല് പൊക്കി വെക്കുക. കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടി വരുള്ളൂ, ആ ഇരുത്തത്തിൽ കൂലുണ്ടാകും. എത്ര മനോഹരാണ്! അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക, വലതുകാലൊന്ന് പൊന്തിച്ചു വെക്കുക, എന്നിട്ട് ആ ഭക്ഷണത്തിലേക്ക് ബിസ്മില്ലാ. അങ്ങനെ നബി തങ്ങൾ ഇരുന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഹ്സിനൽ ജൽസ, ആ ഇരിക്കുന്ന ഇരുത്തം നന്നാവണം. പിന്നെ ചാരിയിരുന്ന് ഭക്ഷിക്കരുത്, ചാരിയിരുന്നിട്ട് ഭക്ഷിക്കരുത്. ലാ ആകുലു മുത്തക്കിഅൻ, ഞാൻ ഒരിക്കലും ചാരിയിരുന്ന് ഭക്ഷിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ പറയും, ഇന്നമാ അന അബ്ദുൻ,
ഞാനൊരു അടിമയാണ്, ഞാൻ അടിമയാണ്. ആകുലു കമാ യകുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെയാണ് ഞാൻ തിന്നുന്നത്. വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. അഹങ്കാരത്തിന്റെ ഇരുത്തം അവിടെയില്ല. ഭക്ഷണത്തിന് മുമ്പിലുള്ള മര്യാദ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിയ്യത്ത് വേണം. നിയ്യത്തു തഖവി അലൽ ഇബാദ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ ആരോഗ്യം വേണമല്ലോ. ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുണ്ടാവാനാണ്. അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഭക്ഷിച്ചാൽ ആ ഭക്ഷണം കഴിക്കൽ നിങ്ങൾക്ക് ഇബാദത്താണ് സഹോദര, അത് നിങ്ങൾക്ക് ഇബാദത്താണ് സഹോദരി. ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിക്കൽ ഇഷ്ടമാണ്. എപ്പോ? ഫയഹ്മിദഹു അലൈഹ, ആ കഴിക്കുന്ന ആൾ അൽഹംദുലില്ലാഹ് പറയുമ്പോ. വയുഹിബ്ബുശ് ശർബ, കുടിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. വെള്ളം കുടിക്കൽ, പാനീയം കുടിക്കൽ, ഹലാൽ കുടിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഫയഹ്മിദഹു അലൈഹ, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 5 സുന്നത്ത് കിട്ടുന്ന, 5 സുന്നത്ത് മിനിമം. മാ മലഅ ഇബ്നു ആദമ ബിആഅൻ ശർറൻ മിൻ ബത്നിൻ, വയറിനേക്കാളും മോശപ്പെട്ട ഒരു കീസ് ഒരാളും നിറച്ചിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ് നിറച്ചു തിന്നരുത്, അതിന്റെ അദബിൽപ്പെട്ടതാ. ഇന്ന അശദ്ദന്നാസി ജൂഅൻ യൗമൽ ഖിയാമ അക്സറഹും ജശഅ, ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ടവരാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഒരുപാട് കൈകൾ കൂടുമ്പോഴാണ് ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ ഈ ഇൻഡിവിജ്വൽ പ്ലേറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് ഉമ്മയും വാപ്പയും ഭാര്യയും കുട്ടികളും ഒരുമിച്ച് കഴിക്കുക. ഗസ്റ്റൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്കിപ്പോൾ അത് പറ്റൂല എന്നൊക്കെ തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ പ്ലേറ്റ് കൊടുത്തോളൂ, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക. എന്തെന്നറിയോ? ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. ബറക്കത്തിനല്ലേ നമ്മൾ ദ്വാരപ്പിക്കുന്നത്, ബറക്കത്തല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങൾക്കതിൽ ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽഖൽഖ് പഠിപ്പിക്കുന്ന ഹദീസ് മഹാനായ ഇമാം ഇബ്നു മാജ, അബൂ ദാവൂദ് റഹിമഹുമുല്ലാഹ് രണ്ടുപേരും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. കൈകൾ വർദ്ധിക്കണം, ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ ക്ഷണിക്കുക. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ടൊന്നും ആകെ 10 ആൾക്ക് നല്ല ഭക്ഷണമുള്ളൂ, അത് പറ്റൂലേ? അതല്ല പറഞ്ഞത്. ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ, ആളുകളുടെ കൈയിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൽ ബറക്കത്ത് വർദ്ധിക്കുന്ന, അത് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കുക. വാപ്പ കുട്ടികളൊക്കെ എത്തിയോ? നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുക. പെങ്ങന്മാരും ഉമ്മയും ആങ്ങളമാരും എല്ലാവരും ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം താഴെ വീണുപോയാൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ വഖഅത് ലുഖ്മതു അഹദികും, സ്വഹീഹ് മുസ്ലിം, ഇദാ വഖഅത് ലുഖ്മതു അഹദികും, ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ വീണുപോയാൽ ഫൽയഖുദ്ഹാ, അത് നിങ്ങൾ എടുക്കണം, അത് വേസ്റ്റ് തട്ടാനായിട്ടില്ല. വൽയുമിത് മാ കാന ബിഹാ മിൻ അദൻ, അതിൽ എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട്, ഒരു വറ്റാണെങ്കിൽ ഒന്ന് കഴുകിയിട്ടെടുക്കിൻ. വറ്റ് വീണത് പിന്നെ വേസ്റ്റ് അല്ലല്ല, അത് പ്ലേറ്റിലേക്ക് എടുത്തിടിൻ. അതിന്മേൽ അഴുക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം. അഴുക്കുണ്ടെങ്കിൽ ഒന്നഴുക്ക് നീക്കിയിട്ട് നിങ്ങൾ ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്വാൻ, പിശാചിന് വേണ്ടി ഭക്ഷണത്തെ നിങ്ങൾ ഒഴിച്ചു വെക്കല്ല. ഫഇന്നഹു, തങ്ങൾ പറയാ, വലാ യംസഹ യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅക അസാബിഅഹു, വിരലുകൾ ഊമ്പി വൃത്തിയാക്കുന്നവരെ നിങ്ങൾ തൂവാല കൊണ്ട് കൈ തുടക്കുകയും ചെയ്യരുത്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന, ഒരു ചെറിയ കുപ്പായ അപ്പൊ തന്നെ തരൂലേ, കൈയൊക്കെ തുടക്കാനുള്ള ടിഷ്യൂ ആണത്, ക്ലോത്ത്. തുടക്കല്ലേ. അല്ലെങ്കിൽ കൈ കഴുകുന്നതിന്റെ മുമ്പ്, തുടക്കുന്നതിന്റെ മുമ്പ് വിരലുകളൊക്കെ ഊമ്പി വൃത്തിയാക്കണം. അതിന്റെ അച്ചടക്കത്തിൽ ചെയ്യാൻ പറ്റും. വൃത്തിയാക്കണം, എന്നിട്ടേ കൈ കഴുകാവൂ. എന്തിനായി പറയുന്നത്? ഫഇന്നഹു ലാ യദ്രി ഫീ അയ്യി തുആമിഹിൽ അൽ ബറക, അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്തുള്ളത് എന്ന് അവൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ വീണുപോയി ഈ വറ്റിലായിരിക്കാം, അവന്റെ കൈന്മേൽ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ അംശത്തിലായിരിക്കാം. ഭക്ഷണം വേസ്റ്റാക്കല്ലേ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്, സ്വഹീഹ് മുസ്ലിം. അതുകൊണ്ട് പെണ്ണുങ്ങളെ തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുത്താൽ മതി, ആണുങ്ങളെ തിന്നാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റി വീട്ടിൽ എത്തിച്ചു കൊടുത്താലും മതി. ഭക്ഷണം വേസ്റ്റ് ആവരുത്.
പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുന്നാരനിബീന കാണുന്നതെന്നാ പുന്നാരറൗളയിൽ പോകുന്നതെന്നാ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്ന